അറുന്നൂറ്റിയാറ് BC-യിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്നു അതിനെ നിരോധിച്ചു. യഹൂദജനത്തിൽ ചിലരെ പ്രവാസികളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് ഈ ദുർവിധി വന്നു? വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനതയോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തുവെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ദൈവപ്രമാണം പാലിച്ചാൽ അവർ ഒരു പ്രത്യേക ജനതയായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഉടമ്പടി ലംഘിച്ചു. അതിൻ്റെ അനന്തരഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. ഞാൻ അവരുടെ പിതാക്കന്മാരുടെ കൈക്ക് പിടിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞുവെന്ന് യഹോവയുടെ അരുളപ്പാട്. നെബൂഖദ്നേസർ അവരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ പ്രവാസികളിൽ തികഞ്ഞ ദൈവഭക്തനും വിശ്വസ്തനുമായ ഒരു എബ്രായ ബാലനുണ്ടായിരുന്നു, ദാനിയേൽ. അന്യനാട്ടിൽ അടിമജീവിതത്തിൻ്റെ നിരാശയുടെ താഴ്വരയിലും ദൈവത്തോട് അനുസരണയുള്ളവനായി ദാനിയേൽ നിലനിന്നു. ദൈവം ദാനിയേലിനെ ഉയർത്തി ബാബേലിലും അതിനുശേഷം പാർസി സാമ്രാജ്യത്തിൻ്റെ പ്രധാന പീഠങ്ങളിലും അധികാരവും ബഹുമാനവും കൊടുത്തവനെ ഇരുത്തി. ദാനിയേലോ കോരശ് രാജാവിൻ്റെ 1-ാമത്തെ ആണ്ടുവരെ ജീവിച്ചിരുന്നു. ഭൗതിക സ്ഥാനങ്ങൾ മാത്രമല്ല, സ്വർഗീയ ദർശനങ്ങളും ദൈവം ദാനിയേലിന് നൽകി. വരുവാനുള്ള വൻ കാര്യങ്ങളുടെ മർമ്മങ്ങൾ ദാനിയേലിൻ്റെ തൂലിക പകർത്തി. ദാര്യാവേശിൻ്റെ 1-ാമത്തെ ആണ്ടിൽ ബാബിലോണിലുള്ള യഹൂദ ജനതയുടെ പ്രവാസകാലം അവസാനിക്കുവാൻ സമയമായെന്ന് യിരെമ്യാ പ്രവാചകന്റെ കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ദാനിയേൽ ഗ്രഹിച്ചു. യിരെമ്യാവ് 29-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. ആയതിനാൽ ദാനിയേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. തൻ്റെയും യഹൂദ ജനത്തിൻ്റെയും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്തു. ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിച്ചു. ദൈവം ദാനിയേലിൻ്റെ പ്രാർത്ഥന കേട്ടു. ഗബ്രിയേൽ ദൂതനെ അയക്കുന്നു. ദൂതൻ മുഖാന്തരം ദൈവം ദാനിയേലിന് ഒരു വലിയ ദർശനം വിവരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലെ 4 വാക്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന അത്ഭുതകരമായ ദർശനം, 70 ആഴ്ചവട്ട പ്രവചനം. ദാനിയേലിന്റെ കാലത്ത് ഈ പ്രവചനങ്ങളുടെ അർത്ഥം മർമ്മമായി തന്നെ കിടന്നു. അതിന് കാരണം അവ മുദ്രയിടപ്പെട്ടിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. അതിനവൻ ഉത്തരം പറഞ്ഞത്: ദാനിയേലേ, പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. എന്നാൽ അന്ത്യകാലത്ത് ഈ മർമ്മങ്ങൾ ദൈവജനത്തിന് മനസ്സിലാക്കുവാൻ ദൈവാത്മാവ് അവരുടെ ബുദ്ധിമണ്ഡലത്തെ ഗ്രഹിപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. പ്രവചനത്തിന്റെ പൊരുൾ അഴിഞ്ഞു തുടങ്ങിയപ്പോൾ ദൈവജനം ആശ്ചര്യപ്പെട്ടു. മെശിഹയെ അടിസ്ഥാനപ്പെടുത്തിയ ഈ പ്രവചനത്തിൽ വിവരിച്ചിരിക്കുന്ന ഓരോ നാഴികക്കല്ലുകളും എത്ര കൃത്യതയോടെ നിറവേറിയെന്ന മഹാസത്യം അവർ ചരിത്രത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു. ഈ പഠനശാഖയെ ഹിസ്റ്റോറിസിസം അല്ലെങ്കിൽ ചരിത്രവാദം എന്നറിയപ്പെട്ടു. ചരിത്രവാദത്തിന്റെ ആശയം ഇങ്ങനെയാണ്: യഹൂദ രാഷ്ട്രത്തിനും വിശുദ്ധ നഗരമായ യെരുശലേമിനും സംബന്ധിച്ച ഒരു മെശിഹൈക പ്രവചനമാണ് 70 ആഴ്ചവട്ട പ്രവചനം. 70 ആഴ്ച എന്നാൽ 490 ആക്ഷരിക വർഷങ്ങളാണെന്നും അത് യെരുശലേമിനെ പുനർനിർമ്മിക്കുവാനുള്ള 457 BC-യിൽ അർത്തശ്രേഷ്ഠ രാജാവ് പുറപ്പെടുവിച്ച ഒരു കൽപ്പനയോടെ ആരംഭിച്ചു സുവിശേഷം ജാതികളിലേക്ക് തിരിഞ്ഞതോടുകൂടി അവസാനിച്ചുവെന്ന് പഠിപ്പിക്കുന്നു. ചരിത്രവാദ പ്രകാരം 70 ആഴ്ചവട്ടത്തിൽ നിറവേറപ്പെടുന്ന സുപ്രധാന സംഭവങ്ങൾ ഇവയാണ്: യെരുശലേം പുനർനിർമ്മിക്കുവാനുള്ള കൽപ്പന, യേശുവിൻ്റെ സ്നാനവും ശുശ്രൂഷയുടെ ആരംഭവും, യേശുവിൻ്റെ ക്രൂശ് മരണം, സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വം, സുവിശേഷം ജാതികളിലേക്ക്. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് വരെ
ചരിത്രവാദമാണ് സഭകളിൽ കൂടുതലായി പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് വേറൊരു പഠനശാഖ പ്രവചനം ഇനിയും നിവൃത്തിയായിട്ടില്ലെന്നും അത് അന്ത്യകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പഠിപ്പിച്ചു. അതിനെ ഫ്യൂച്ചറിസം എന്നറിയപ്പെടുന്നു. ഫ്യൂച്ചറിസത്തിന്റെ ആശയം ഇങ്ങനെയാണ്: 70 ആഴ്ചവട്ടം പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാകണമെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം യേശുവിനെ മിശിഹയായി സ്വീകരിക്കണം. അതിനാൽ അത് ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ പൂർത്തിയാകുമെന്ന് പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഭൂരിഭാഗം സഭകളും ഫ്യൂച്ചറിസം അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവചന വ്യാഖ്യാനമാണ് പഠിപ്പിക്കുന്നത്. ഫ്യൂച്ചറിസം പ്രകാരം 70 ആഴ്ചവട്ടത്തിൽ നിറവേറപ്പെടുന്ന സുപ്രധാന സംഭവങ്ങൾ ഇവയാണ്: ഉൽപ്രാവണം, 3ാമത്തെ ദേവാലയം, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം, മഹോപദ്രവം, സഹസ്രാബ്ദ വാഴ്ച. ഇരു വ്യാഖ്യാനങ്ങളിലും ചില സാമ്യതകളുണ്ടെങ്കിലും ആശയപരമായി വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ വ്യാഖ്യാനം? ഒരു ബൈബിൾ പഠിതാവ് ശരിയായ വ്യാഖ്യാനം നിർണ്ണയിക്കുന്നതിൽ 3 കാര്യങ്ങൾ പരിഗണിക്കണം. ഈ വ്യാഖ്യാനം ദൈവശാസ്ത്രപരമായും ചരിത്രപരമായും ഗണിതശാസ്ത്രപരമായും കൃത്യമായിരിക്കണം. ഇല്ല എങ്കിൽ ആ വ്യാഖ്യാനം തള്ളിക്കളയേണ്ടതാണ്. ഈ പഠന പരമ്പരയിലൂടെ നമുക്കൊരു താരതമ്യ പഠനം ചെയ്യാം. മുൻവിധിയില്ലാതെ തിരുവചന സത്യങ്ങൾ പഠിക്കാം. ദൈവം നമ്മെ നയിക്കട്ടെ.